Dear students, today we are going to start our fourth module which explains or discusses about the current challenges facing the Indian economy. So what are the different problems faced by the economy, or what are the different challenges that the economy is facing with respect to different areas? So we have to look upon the major challenges facing the Indian economy. Before going to the detailed areas as per the syllabus, let us discuss or let us understand the key areas or key problems facing the Indian economy. So this is an introduction part with respect to the problems facing the Indian economy. Okay. So since 1991, we know that after the initiation of economic reforms or LPG policy has been introduced in the Indian economy, and as a result of this policies and programs with respect to economic reforms, many different changes have occurred in the economy, or there are many increased developmental activities happened in the Indian economy with respect to trade area, investment, industrial development, etc. So as a result of all these developments, Indian economy had achieved a rapid economic growth and economic development in almost all areas. But still, our economy is facing many different problems and challenges, including poverty, unemployment, infrastructure problems, or corruption. So many problems are there. Okay. So here we are going to discuss what are the different problems or what are the major problems faced by the Indian economy. Okay. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി നമുക്കറിയാം, ഇക്കണോമിക് റീഫോംസിന് ശേഷം ഒരുപാട് ഡെവലപ്മെൻ്റ് ഒക്കെ വന്നെന്ന് പറഞ്ഞാലും സ്റ്റിൽ ഒരു ഭാഗത്ത് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ ഉള്ളപ്പം ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ലോ ഇൻകം, ലോ ഡെവലപ്പിംഗ് ഇക്കോണമി ആയിട്ട് ഇന്ത്യൻ ഇക്കോണമി എക്സിസ്റ്റ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് പ്രോബ്ലംസ് ലൈക്ക് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് എക്സെട്ര. അപ്പോൾ ഇപ്പോൾ പോലും ഒരു ടോട്ടൽ പോപ്പുലേഷൻ്റെ 25% പോവർട്ടി ലൈനിന് താഴെ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ബേസിക് മിനിമം ഫെസിലിറ്റീസ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റാത്തവരാണ്. അപ്പോൾ ഒരുപാട് ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് സ്റ്റിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ റിസോഴ്സസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിലും നമ്മുടെ പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് പോലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഇക്കോണമി ഒരു പരിധിവരെ നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മുടെ ഇക്കോണമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. ഫസ്റ്റ് ഇസ് ക്രോണിക് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് ഇസ് എ സീരിയസ് പ്രോബ്ലം ദാറ്റ് ഇസ് എഫക്റ്റിംഗ് ദ ഇക്കോണമി. എക്കണോമിക് ഗ്രോത്ത് ഒക്കെ വന്നു, അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ വന്നു, പക്ഷേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് സ്റ്റിൽ കാര്യമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കാര്യമായി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബോത്ത് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. അപ്പോൾ ഒരുപാട് ലേബർ അവൈലബിലിറ്റി നമുക്കുണ്ട്, പക്ഷേ ഈ ഉള്ള ലേബേഴ്സിനെല്ലാം കൊടുക്കാനുള്ള ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഇക്കോണമിയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് ഒക്കെ വളരെ ഹൈ ആയിട്ട് ഫാസ്റ്റ് പേസിൽ ഇൻക്രീസ് ചെയ്യുമ്പോഴും അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് സ്റ്റിൽ അവർ അൺഎംപ്ലോയ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ദേ ഹാവ് ടു സ്ട്രഗിൾ എ ലോഡ് ഫോർ ഫൈൻഡിങ് സം സോർട്ട് ഓഫ് വർക്ക്സ്. അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ ഡെഫിഷ്യൻസിയും ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള സെക്കൻഡറി ടെർഷ്യറി ഗ്രോത്തിലേക്ക് നയിക്കുന്നു. നമുക്ക് വേണ്ടത്ര പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ റിസോഴ്സസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ക്യാപിറ്റൽ അവൈലബിലിറ്റിയുടെ കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലകളും സർവീസ് മേഖലകളും ഒക്കെ അതനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റിൽ പുറകോട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും അത് അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനിലോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇക്കോണമിയെ സംബന്ധിച്ച് മോർ ദാൻ 50% ആർ സ്റ്റിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി അഗ്രികൾച്ചർ സെക്ടർ. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് വളരെ ഹൈ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് സീറോ ആയിട്ട് അല്ലെങ്കിൽ നില്ലായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അഗ്രികൾച്ചർ സെക്ടറിലുള്ളത്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ലേബറേഴ്സ് സ്റ്റിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് നമുക്ക് കാണാവുന്നതാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇസ് എ സീരിയസ് ഇഷ്യൂ. നമുക്കറിയാം, ഇപ്പം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, മിനിമം ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടുന്നു, ബട്ട് അതിനനുസരിച്ചുള്ള ജോലികൾ ആൾക്കാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഓൾസോ എക്സിസ്റ്റിംഗ് ഇൻ ദി ഇക്കോണമി. ദെൻ അനദർ പ്രോബ്ലം ഇസ് പുവർ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്. എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് അതിന് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വേറൊരു കാര്യം കാണാൻ പറ്റുന്നത്. ഓൾദോ 100% അല്ലെങ്കിൽ 90% ലിറ്ററസി അല്ലെങ്കിൽ 80% അടുത്ത് ലിറ്ററസി ഒക്കെ എത്താൻ പറ്റുന്നുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻ ദ എഡ്യൂക്കേഷൻ ഇസ് സ്റ്റിൽ അറ്റ് എ ലോവർ ലെവൽ. റൂറൽ ഏരിയാസിലൊക്കെ പ്രത്യേകിച്ച് വിമൻ
പോപ്പുലേഷൻ്റെ കീഴിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലൊക്കെ ഇലിറ്ററസി ഒരു പ്രശ്നം തന്നെയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നില്ല. ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ വളരെ അടുത്ത ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പലപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൈലബിൾ അല്ല. സ്പെഷ്യൽ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിസിറ്റി, ബാങ്കിങ് ഫെസിലിറ്റീസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ ഒരുമാതിരി പൊട്ടൻഷ്യൽ ആയിട്ട് വരേണ്ട എല്ലാ മേഖലകളും നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അല്ലെങ്കിൽ ബേസിക് അമ്യൂണിറ്റീസ് എപ്പോഴും ഒരു ആക്സസിബിലിറ്റി കുറവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 40% ഓഫ് ദ ഇന്ത്യൻ ഫ്രൂട്ട്സ് റോഡ്സ് ബിഫോർ ഇറ്റ് റീച്ചസ് ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഏകദേശം 40% അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഫ്രൂട്ട്സ് എന്ന് പറയുന്ന പോലെ തന്നെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകളൊക്കെ നശിച്ചു പോവുകയാണ്. അപ്പോൾ അതിനർത്ഥം പ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ കുറവുണ്ട്, പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയുടെ കുറവുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇക്കോണമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അനദർ ഇസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രോബ്ലം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒരു ഡിറ്റീരിയറേറ്റഡ് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ് നമ്മുടെ ഇക്കോണമി കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് ഫോറിൻ കറൻസി റിസർവ്സും എക്കണോമിക് ഗ്രോത്തും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കറണ്ട് അക്കൗണ്ട് എപ്പോഴും ഡെഫിസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളിവിടെ എക്സ്പോർട്ട് കാര്യമായിട്ടില്ല, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഇസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്. അപ്പോൾ നമ്മുടെ ഫോറിൻ റിസർവ് മണിയെല്ലാം നമ്മളെടുത്ത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ത്യ നീഡ്സ് ടു അട്രാക്ട് ക്യാപിറ്റൽ ഫ്ലോസ് ടു ഫിനാൻസ് ദി ഡെഫിസിറ്റ്. അപ്പം കാര്യമായിട്ട് നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു എക്സ്പോർട്ട് മേഖല ഡെവലപ്പ് ചെയ്യുകയും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻക്രീസ് ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വിത്ത് റെസ്പെക്ട് ടു ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ ഇനിക്വാളിറ്റി ഈസ് അനദർ പ്രോബ്ലം. ഇക്കണോമിക് ഗ്രോത്ത് ഒക്കെ ഉണ്ട്, പക്ഷേ പോവർട്ടി ഈസ് എ വെരി ബിഗ് പ്രോബ്ലം. പോവർട്ടി ലൈനിൽ താഴെയാണ് ഇപ്പോഴും ഒരു 25% പോപ്പുലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം ഇക്കോണമി ഗ്രോ ചെയ്തു എന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അൺഈവൻ ഗ്രോത്താണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വെൽത്തി ഗ്രൂപ്പും പുവർ ഗ്രൂപ്പും എന്ന് പറഞ്ഞാൽ ഒരു കാര്യമായ ഒരു സെപ്പറേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. More than 78 million homes do not have electricity. 33% live on less than ₹1 per day. അപ്പോൾ പോവർട്ടിയും അല്ലെങ്കിൽ ഇനിക്വാളിറ്റിയും ഒക്കെ വളരെ ഹൈ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇക്കോണമിയിൽ. സോ ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം വിത്ത് റെസ്പെക്ട് ടു ഇക്കോണമി. ദെൻ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആയിട്ടാണ് നമ്മുടെ ബഡ്ജറ്റ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. സബ്സിഡീസ് കുറയ്ക്കുവാണെങ്കിൽ നിയർലി 8% ഓഫ് ദി GDP. This budget deficit includes amounts to nearly 8% of GDP. അപ്പം അത് കാര്യമായ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ ഹൈ ആണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ മേഖലകളിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ ഹൈ ആണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിന് എക്സ്പെൻഡിച്ചർ ഇസ് മോർ ദാൻ റവന്യൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഡെഫിസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ദെൻ ലേബർ ലോസ്. മെനി പ്രോബ്ലംസ് വിത്ത് റെസ്പെക്ട് ടു ലേബർ ലോസ് ഇസ് ഓൾസോ അഫക്റ്റിംഗ് ദി ഇക്കോണമി. ഒരുപാട് ലേബർ ലോസ്, റിജിഡ് ആയിട്ടുള്ള ലേബർ ലോസ് ഉണ്ട്. പലപ്പോഴും ഗവൺമെൻറ് പെർമിഷൻ ആവശ്യം വരുന്നു. പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രയർ ആയിട്ടുള്ള ഒരു പെർമിഷനും ഒരു കൺട്രോളൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഫേംസിന് പല രീതിയിലുമുള്ള ഡെവലപ്മെൻറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രേഡ് യൂണിയൻ, അവരുടെ എക്സിസ്റ്റൻസ്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ലേബർ ഏരിയാസ് നോക്കുവാണെങ്കിൽ ലേബർ ലോസ് വളരെയധികം റിജിഡാണ്. ദെൻ അഗ്രികൾച്ചർ സെക്ടർ ഇസ് ഹൈലി ഇൻഎഫിഷ്യൻറ്റ്. നമുക്കറിയാം അഗ്രികൾച്ചർ സെക്ടറിലാണ് നമ്മൾ പറഞ്ഞു 50% കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ 50 കൂടുതൽ ശതമാനം ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്ന അഗ്രികൾച്ചറിൽ നിന്ന് ഇക്കോണമിക്ക് കിട്ടുന്നത് വെറും 15% മാത്രം ഇക്കണോമിക് ഔട്ട്പുട്ടാണ്. അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ 15% മാത്രമേ അഗ്രികൾച്ചറിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? ഏറ്റവും ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ടറായി മാറിയിരിക്കുന്നു അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിൽ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്താലും എത്ര ആൾക്കാർ അവിടെ പണിയെടുത്താലും കിട്ടുന്നതാകെ വളരെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ മാത്രമാണ്. സോ ദാറ്റ് ഈസ് എ വെരി ബിഗ് പ്രോബ്ലം വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ ഇക്കോണമി. ദെൻ റീജിയണൽ ഇനീക്വാളിറ്റി. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇന്ത്യൻ ഇക്കോണമി നോക്കുവാണെങ്കിൽ കാണാനായിട്ട് വരും. ചില റീജിയൻസ് വളരെ ഡെവലപ്ഡ് ആണ്, ചില റീജിയൻസ് വളരെ പുവർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മെട്രോ സിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഹബ്ബുകളുണ്ട്. അവിടെയൊക്കെ വളരെ ഹൈ ആയിട്ടുള്ള പേയ്മെൻറ്റ് ജോബുകൾ കിട്ടും, ഇൻകം കിട്ടും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ്, ആൾക്കാർ അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള ഏരിയാസിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യും. അത് വേറൊരു പ്രശ്നത്തിലേക്ക് നയിക്കും. എന്താണ്, അവിടെ കൺജഷൻ വരുന്നു, അവിടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വരുന്നു. അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, എന്താ പറയുക, പോപ്പുലേഷൻ പ്രഷർ
അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് വരുന്നു. അതുപോലെ തന്നെ തിരിച്ച് റൂറൽ ഏരിയാസിൽ ആരും നിൽക്കുന്നില്ല, അവിടെ ഒരു കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നില്ല, അവിടെ പോവർട്ടി ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് റീജിയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള റീജിയൻസ് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ റീജിയണൽ ഇനിക്വാളിറ്റി ഈസ് ഓൾസോ എക്സിസ്റ്റിംഗ് ഇൻ ദ ഇന്ത്യൻ ഇക്കോണമി. ഹെവി പോപ്പുലേഷൻ പ്രഷർ, നമുക്കറിയാം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ഇക്കോണമിയാണ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ലാർജസ്റ്റ് ഇക്കോണമി വിത്ത് റെസ്പെക്ട് ടു പോപ്പുലേഷൻ പ്രഷർ. അപ്പോൾ നമുക്ക് നമ്മുടെ ബർത്ത് റേറ്റ് വളരെ കൂടുതലാണ്, ഡെത്ത് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ, അതായത് പോപ്പുലേഷൻ പ്രഷർ വരുന്നതനുസരിച്ച് ഇപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന പോപ്പുലേഷന് മീറ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇക്കോണമി കൊടുക്കണതാണ്. ഫുഡ്, ക്ലോത്തിങ്, അതുപോലെ തന്നെയുള്ള ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത് ഇക്കോണമിയുടെ മേൽ വരുന്ന ഒരു വലിയ പ്രഷറാണ്, അല്ലെങ്കിൽ ഒരു ബേർഡനാണ്. സോ ദർ ഈസ് എൻ എക്കണോമിക് ബേർഡൻ അപ്പോൺ ദി നേഷൻ. ദെൻ ഇനിക്വാളിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ ഇൻകം ഇനിക്വാളിറ്റി പറഞ്ഞ പോലെ തന്നെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനിൽ വളരെ ഹൈ ആയിട്ടുള്ളൊരു ഇനിക്വാളിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിച്ച് ആയിട്ടും വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പുവർ ആയിട്ടും നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പം വെൽത്തിൻ്റെ തന്നെ ഒരു 70% റിച്ച് ആയിട്ടുള്ള ആൾക്കാരിലേക്കും ബാക്കി 30% പുവർ ആയിട്ടുള്ള ആൾക്കാരിലേക്ക്. അപ്പം 1% അല്ലെങ്കിൽ 2% റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലായിരിക്കും 70% വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബാക്കി 95% ആൾക്കാരുടെ കയ്യിലായിരിക്കും ഈ 30% വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഗ്യാപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. സോ ദാറ്റ് ഈസ് എ വെരി ബിഗ് ഇഷ്യൂ. ടെക്നോളജിക്കൽ പ്രോബ്ലം, നമുക്കറിയാം ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ച് നമ്മൾ ടെക്നോളജിക്കലി അത്ര അഡ്വാൻസ്ഡ് അല്ല. ന്യൂ ടെക്നോളജി വരുമ്പോൾ അതനുസരിച്ചുള്ള ട്രെയിനിങ്ങും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ വേണം. അപ്പം ഹ്യൂമൻ ക്യാപിറ്റലിലുള്ള ഡെഫിഷ്യൻസിയും സ്കിൽഡ് ലേബറിലുള്ള ഡെഫിഷ്യൻസിയും ഒക്കെ ഈ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിന്, അപ്ഗ്രഡേഷന് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ചുള്ള പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളും എക്സ്പാൻഷനും ഒക്കെ നമുക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ് ഇസ് എ പ്രോബ്ലം. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിലൊക്കെ ഹൈ യീൽഡിങ് വെറൈറ്റി സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, മെഷീൻസ്, ഇങ്ങനെയുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒന്നും അഫോർഡ് ചെയ്യാനായിട്ട് ഈ പുവർ ഫാമേഴ്സിന് പറ്റുന്നില്ല. അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് വരുമ്പം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മൈക്രോ ഇൻഡസ്ട്രീസിനൊന്നും അത്ര കാര്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ടെക്നോളജിക്കലായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. ബിക്കോസ് ഓഫ് ദെയർ എന്താ പറയുക, പോവർട്ടി, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ടെക്നോളജിയോ അല്ലെങ്കിൽ പുതിയ പുതിയ മെഷീൻസിലോ ഒന്നും അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ നമ്മുടെ ഇക്കോണമിയിൽ ഇല്ല. ദെൻ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, അക്കോർഡിംഗ് ടു 2011 സെൻസസ് അനുസരിച്ച് നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 382 സ്ക്വയർ കിലോമീറ്റർ ആണ്. അപ്പോൾ വേൾഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി 41 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ പെർ സ്ക്വയർ കിലോമീറ്ററിൽ 382 ആൾക്കാരാണ് ജീവിക്കുന്നത്. അപ്പോൾ എത്രമാത്രം കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ പ്രഷറാണ് നമുക്കുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 30% 0 to 14 ഇയേഴ്സിലും 62.5% വർക്കിംഗ് ഏജ് ഗ്രൂപ്പിലും ദെൻ അറൗണ്ട് 8% ഡിപ്പെൻഡൻസി ഗ്രൂപ്പിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻസി ബർഡനും നമുക്ക് വളരെയധികം ഹൈ ആയിട്ട് നമുക്ക് കാണാം. ദെൻ another problem is under utilization of natural resources like land, water, mineral, power. ഇങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ നമുക്ക് ആവശ്യത്തിനുണ്ട്, പക്ഷേ അതൊന്നും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇൻആക്സസിബിലിറ്റി, ടെക്നോളജിക്കൽ പ്രോബ്ലംസ്, ക്യാപിറ്റൽ ഷോർട്ടേജ്, ഇങ്ങനെയുള്ള പല കാരണങ്ങളുടെ ബേസിസിൽ നമുക്കുള്ള കപ്പാസിറ്റി പോലും അല്ലെങ്കിൽ ഉള്ള റിസോഴ്സ് പോലും നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ദാറ്റ് ഇസ് ഓൾസോ എ വെരി മേജർ ഇക്കണോമിക് ഇഷ്യൂ. സോ ദീസ് ആർ സം ഓഫ് ദി പ്രോബ്ലംസ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ഇന്ത്യൻ ഇക്കോണമി ആസ് എ ഹോൾ. നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട ചാലഞ്ചസ് ആണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഈ പോവർട്ടി അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് കാണാവുന്ന പല തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം. സോ ദിസ് ഇസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ടു അവർ 4th മൊഡ്യൂൾ. താങ്ക് യു.